സംസ്ഥാന സർക്കാരിനെ വീണ്ടും ഇകഴ്ത്തിക്കാട്ടാൻ അടിസ്ഥാനരഹിതമായ വാർത്തയുമായി മലയാള മനോരമ. ഇത്തവണ വ്യവസായ വകുപ്പിനെതിരെയാണ് വളച്ചൊടിച്ച വാർത്ത നൽകിയിരിക്കുന്നത്. 34 വർഷം മുമ്പ് പ്രവർത്തനം നിർത്തിയ സ്ഥാപനമടക്കം സംസ്ഥാനത്ത് ഇപ്പോൾ അടച്ചുപൂട്ടാൻ പോകുന്നുവെന്നാണ് മലയാള മനോരമയുടെ വാർത്ത. ഒരു സ്ഥാപനവും അടച്ചുപൂട്ടാൻ ഈ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു. 1990-ൽ പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനം പോലും ഇതാ പൂട്ടാൻ പോകുന്നു എന്ന മട്ടിലാണ് മലയാള മനോരമ പത്രത്തിന്റെ ഒന്നാം പേജ് വാർത്ത. ഈ വർഷത്തെ ബജറ്റ് രേഖകൾക്കൊപ്പം സമർപ്പിച്ച ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചത്. മനോരമ സൂചിപ്പിച്ചിരിക്കുന്ന 18 സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടത് 10 മാത്രമാണ്. ഇവയെല്ലാം 2016-ലെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പ്രവർത്തനം പുനഃക്രമീകരിച്ചതോ ലിക്വിഡേഷൻ നടപടികൾ ആരംഭിച്ചതോ ആണ്. 1990 മുതൽ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങളാണ് മലയാള മനോരമയുടെ പട്ടികയിലുള്ളത്. ഉൽപ്പന്നങ്ങൾ കാലഹരണപ്പെടുകയോ പ്രത്യേക ഉദ്ദേശത്തോടെ ആരംഭിച്ച ശേഷം അത് നിറവേറ്റപ്പെടുകയോ ചെയ്തതോടെ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങളാണിവ. പ്രത്യേക ഉദ്ദേശത്തിന് മാത്രമായി തുടങ്ങിയ സ്ഥാപനങ്ങൾ പിന്നീട് പ്രവർത്തനം പുനഃക്രമീകരിക്കുകയായിരുന്നു. ഒരു സ്ഥാപനവും അടച്ചുപൂട്ടാൻ ഈ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്ന LDF സർക്കാരിന്റെ നയത്തെക്കുറിച്ച് എത്ര ശ്രമിച്ചാലും മനോരമയ്ക്ക് തെറ്റിദ്ധാരണ പരത്താനാവില്ല. അടച്ചുപൂട്ടിയ 2 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് സംരക്ഷിച്ച സർക്കാരാണിത്. വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിന് 279.1 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത് ഈ സംസ്ഥാന ബജറ്റിലാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.